സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കഴിഞ്ഞ ദിവസം എറണാകുളം വടക്കൻ പറവൂരിൽ നിന്ന് കേട്ടേറെ നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു യുവതിയെ ഭർത്തൃപിതാവ് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്ന വാർത്ത. എറണാകുളം പറവൂരിൽ ഭർത്തൃപിതാവ് കഴുത്തറുത്ത് കൊന്ന യുവതിക്ക് വെടിയേറ്റിരുന്നതായി പോലീസ്. ഷാനുവിന്റെ നെറ്റിയിൽ വെടികൊണ്ട മുറിവുണ്ടെന്നും മൃതദേഹത്തിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു. എറണാകുളത്തെ കടയിൽ നിന്നാണ് സെബാസ്റ്റ്യൻ എയർ പിസ്റ്റൾ വാങ്ങിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു ഭർത്തൃപിതാവ് സെബാസ്റ്റ്യൻ ഷാനു എന്ന യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത് ഒരു ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് യുവതിയുടെ ജീവനെടുത്തതെന്ന്. 2 ഇരട്ടക്കുട്ടികളുടെ 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മയായ ഷാനുവിനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത വന്നു. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഷാനുവിനെ സെബാസ്റ്റ്യൻ വെടിവെച്ചു, പിന്നീട് അതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്താണ് ഡാനി? ടോം, ഈ കുടുംബത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അവർ പരസ്പരം വഴക്ക് നിലനിന്നിരുന്നു എന്നാണ് പോലീസിന് അയൽവാസികളിൽ നിന്നും മറ്റുമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ആത്മഹത്യ ചെയ്ത സെബാസ്റ്റ്യൻ കൊല ചെയ്ത മരുമകൾ ഷാനു, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ്റെ മകനും ഷാനുവിൻ്റെ ഭർത്താവുമായ സുനോജ്, ഇവരെല്ലാവരും തന്നെയും തമ്മിൽ പല കാരണങ്ങളെ ചൊല്ലി സെബാസ്റ്റ്യനുമായി മകനും മരുമകളും വഴക്കിൽ നിന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് രൂക്ഷമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ദാരുണമായ രീതിയിൽ 2 മരണങ്ങൾ സംഭവിക്കുന്നത്, അന്ത്യം സംഭവിക്കുന്നത്. ഷാനുവിനെ കൊലപ്പെടുത്തിയ ശേഷം സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൽ ഷാനുവിൻ്റെ മൃതദേഹം ഇതിൽ കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നപ്പോഴാണ് ഷാനുവിൻ്റെ നെറ്റിയിൽ നിന്ന് എയർ ഗണ്ണിൻ്റെ പില്ലറ്റ് കണ്ടെത്തിയത്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ വീടിൻ്റെ അടുക്കളയിൽ നിന്നാണ് ഈ എയർ ഗൺ കണ്ടെത്തിയിട്ടുള്ളത്. എയർ പിസ്റ്റൾ പോലെ ഉള്ളതാണ്. അത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് 2 പില്ലറ്റുകൾ അതിൽ ഇല്ല എന്ന് പോലീസിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഷാനുവിനെ എയർ ഗൺ കൊണ്ട് വെടിവെച്ച ശേഷം പിന്നീട് ഇവരെ കഴുത്തറക്കുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം വന്നിരിക്കുന്നത്. പോലീസ് ഈ എയർ ഗൺ പരിശോധിക്കുമ്പോൾ അത് ലൈസൻസ് ഒട്ടും ആവശ്യമില്ലാത്ത തികച്ചും സാധാരണ രീതിയിലുള്ള എയർ ഗണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് വെടിവെച്ച ശേഷം വീണ്ടും കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആദ്യം വെടിവെച്ച ശേഷം ഒരുപക്ഷെ സാരമായ രീതിയിലൊരു മുറിപാടുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പിന്നീട് ഇവരെ കഴുത്തറക്കാനുള്ള ശ്രമത്തിലേക്കെല്ലാം തന്നെ ഇയാൾ നീങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ തോക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പില്ലറ്റുകൾ ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. എറണാകുളത്തെ ഒരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ച് വരികയാണ്. കാരണം ഇവരുടെ വഴക്ക് ഇത്ര കണ്ട് രൂക്ഷമാകാൻ കാരണം ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായിരുന്ന ഒരു വഴക്ക് ഒരു കൊലപാതകത്തിലും ഒരാൾ ആത്മഹത്യയിലും എല്ലാം തന്നെ കലാശിക്കുന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് മാറ്റപ്പെട്ടു എന്നതെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് പറയുന്ന ഒരു കുടുംബ വഴക്ക് ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ എയർ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച ശേഷം പിന്നീട് സെബാസ്റ്റ്യൻ ഈ ഷാനുവിൻ്റെ കഴുത്തറക്കുകയായിരുന്നു. എയർ ഗൺ ഉപയോഗിച്ചെന്ന് വെടിയേറ്റതിനും ശേഷം ഇവർക്ക് കാര്യമായ രീതിയിലുള്ള ഒരു മരിക്കാൻ പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് ചെയ്തൊരു കാര്യം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ട് തിരിച്ചറിഞ്ഞാണ് സെബാസ്റ്റ്യൻ ഇങ്ങനെ കഴുത്തറക്കാനുള്ളൊരു കൃത്യത്തിലേക്ക് കടന്നതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൊലപാതകമെന്നാണ്. പക്ഷേ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? കാരണം എറണാകുളത്തെ കടയിൽ നിന്ന് സെബാസ്റ്റ്യൻ എയർ പിസ്റ്റൾ വാങ്ങുന്നു. ഈ മരുമകളെ മാത്രമായിരുന്നോ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നോ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? അതോ മകൻ സിനോജിനെയും കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവും ഇയാൾക്കുണ്ടായിരുന്നോ ഡാനി? ഇക്കാര്യത്തിൽ പോലീസിന്റെ ആ രീതിയിലേക്ക് മകനെയും ലക്ഷ്യമിട്ടിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച
വിശദാംശങ്ങളിലേക്ക് പോലീസിന് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി അത് സാധിക്കുമോ എന്നും അറിയില്ല. പോലീസ് ഏതായാലും സിനോജിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കാരണം എപ്പോഴെങ്കിലും പിതാവുമായിട്ട് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റമോ വഴക്കോ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സെബാസ്റ്റ്യന് കൂടുതൽ പക ഷാനുവിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതെന്താണ് അതിൻ്റെ ഒരു കാരണം എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ഇയാൾ ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, ഒരുക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം എയർ പിസ്റ്റൾ വാങ്ങിച്ചു വയ്ക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതിനുശേഷവും മരണപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സാരമായ രീതിയിലേക്ക് മുറിപ്പാടുകൾ സംഭവിക്കുന്നതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൊലപ്പെടുത്തണം എന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു, തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് കഴുത്തറക്കാനടക്കം തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അത്തരമൊരു ലക്ഷ്യം ഇയാൾക്ക് തന്നെ ഉണ്ടായിരുന്നു, അല്ലാതെ ഈ രീതിയിലേക്ക് പോകില്ല. പിന്നെ എയർഗൺ ഉപയോഗിക്കുക, അതിനുശേഷം കഴുത്തറക്കുക, ആ രീതിയിലേക്ക് പിന്നീട് പോകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇത് സംസാരിച്ച് തീരുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ ചെയ്യുന്നതാണെങ്കിൽ എയർ പിസ്റ്റൾ ഉപയോഗിച്ച ആ ഒരു സമയം ഒരുപക്ഷെ ഒരു തിരിച്ചറിവിൻ്റെതാകാം എന്ന് പോലീസ് തന്നെ പറയുന്നു. കാരണം അത്തരം ചില കാര്യങ്ങളിൽ നിന്ന് ആദ്യം മുറിപ്പെടുത്തിയതിനു ശേഷം പലരും പിന്മാറാറെല്ലാം ഉണ്ട്. ഭയം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ എല്ലാം തന്നെ ഉൾവലിയാറുണ്ട്. പക്ഷെ അത് സെബാസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അയാൾ കൂടുതൽ ശക്തിയോടെ തീവ്രതയോടുകൂടി തന്നെ ഇവരെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് തീരുമാനിക്കപ്പെട്ടതായിരുന്നു. ഇയാൾ തീരുമാനിച്ചുറപ്പിച്ച ശേഷം തന്നെയാണ് ഈ കാര്യങ്ങളിലും കൃത്യങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങിയതെന്ന് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ വരാനുണ്ട്. ഷാനുവിൻ്റെ ഭർത്താവ് സിനോജിനെ കൂടി ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളിൽ നിന്നടക്കം വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ലഭ്യമാകും. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ എറണാകുളം വടക്കൻ പറവൂരിലെ മരുമകളെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. ഷാനുവിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ്, അതായത് വെട്ടിക്കൊലപ്പെടുത്തുന്നതിന് മുൻപ് സെബാസ്റ്റ്യൻ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുതിർത്തുവെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. കോട്ടയം